Hello everyone, this is Sangeeta Gopi from MedCity International Academy, and today I'm going to talk about the usage of articles when it comes to OET letter writing. OET letter എഴുതുമ്പോൾ medical symptoms, signs, procedures, medical conditions വരുമ്പോൾ ഒക്കെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പല കാൻഡിഡേറ്റ്സും, പ്രത്യേകിച്ച് നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന്. അതായത് നമ്മൾക്കെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണിത്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ എന്നൊരു വലിയൊരു ആസ്പെക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് 3 രീതിയിലാണുള്ളത്: എ, ആൻഡ്, ദ. ഈ 3 ആർട്ടിക്കിൾ എവിടെയൊക്കെ യൂസ് ചെയ്യണം, ഈ ഞാൻ പറഞ്ഞ ഓരോ ഏരിയാസിൽ എവിടെയൊക്കെ യൂസ് ചെയ്യണം, എവിടെയൊക്കെ വേണ്ട എന്നാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് സിംറ്റംസ് ആൻഡ് സൈൻസ്. നമ്മൾ ലെറ്റർ എഴുതുമ്പം അതിൽ പേഷ്യൻറ്റിൻ്റെ പല സിംറ്റംസും സൈൻസിനെ കുറിച്ച് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് വരാറുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പം മെനി ഓഫ് ദി കോമൺ സിംറ്റംസ് ആൻഡ് സൈൻസ് ലൈക്ക് കോൾഡ്, ഫീവർ, കോഫ്, സ്വോളൻ ആങ്കിൾ, സോർ ത്രോട്ട്, ഇതൊക്കെ വരുമ്പം ഡെഫിനറ്റ്ലി അതിന് മുന്നേ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. മിസ്റ്റർ ചാർലി presented with a cold. Mr. Charlie presented with a fever എന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്താ പറ്റാറെന്ന് വെച്ചാൽ പല കാൻഡിഡേറ്റ്സും ഈ ആർട്ടിക്കിൾ എഴുതാൻ മറന്നു പോകും. സോ ദേ റൈറ്റ് മിസ്റ്റർ ചാർലി presented with fever. It should be with a fever. സോ ഈ ഞാൻ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസിൽ, നോട്ട് കണ്ടീഷൻ, സയൻസ് ആൻഡ് സിംറ്റംസിൽ ഡെഫിനറ്റ്ലി എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. But there are certain signs and symptoms where articles are not required. For example, numbness, pain, stiffness, redness. ഇതൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നില്ല. He suffered from numbness. He suffers from pain. അത്രയും നമ്മൾ എഴുതുള്ളൂ. പെയിൻ എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും എഴുതില്ല. So these are the areas where articles are not required. The second category is medical conditions. നിങ്ങൾ അറിഞ്ഞിരുന്നോ പല മെഡിക്കൽ കണ്ടീഷൻസിലും അത് മെൻഷൻ ചെയ്യുമ്പം ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട. ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, എക്സീമ, ജോണ്ടിസ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസ്. These are some of the medical conditions where an article is not required. For example, നമ്മൾ ഒരിക്കലും മിസ്റ്റർ ചാർലി സഫേഴ്സ് ഫ്രം എ ഡയബറ്റിസ് ഒരിക്കലും എഴുതില്ല. മിസ്റ്റർ ചാർലി ഹാസ് എ ഡയബറ്റിസ് എന്ന് എഴുതില്ല. വി ജസ്റ്റ് സേ മിസ്റ്റർ ചാർലി ഹാസ് ഡയബറ്റിസ്. സോ ഈ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ മുന്നിൽ വി ഡോണ്ട് നീഡ് ടു യൂസ് ആൻ ആർട്ടിക്കിൾ. ദ തേർഡ് കാറ്റഗറി ഇസ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആർ മോസ്റ്റ്ലി കൗണ്ടബിൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്. നോ, ബ്ലഡ് ടെസ്റ്റ് ഇസ് കൗണ്ടബിൾ, റൈറ്റ്? സോ ഇഫ് ഇറ്റ് ഇസ് ടെസ്റ്റ്സ്, ഡെഫിനറ്റ്ലി വി വിൽ നോട്ട് ഹാവ് ടു യൂസ് ദി ആർട്ടിക്കിൾ എ. ബട്ട് അതർവൈസ് സിംഗുലർ ആണെങ്കിൽ എ ബ്ലഡ് ടെസ്റ്റ്, ആൻ എക്സാം, ആൻ ഇൻവെസ്റ്റിഗേഷൻ, ആൻ അൾട്രാസൗണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സിനൊക്കെ അല്ലെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇനി അത് പ്ലൂറലാണെങ്കിൽ, സോ നോട്ട് ഇൻ ദ സിംഗുലർ ഫോം ബട്ട് ഇൻ ദ പ്ലൂറൽ ഫോം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, എക്സാമിനേഷൻസ്. സോ മെഡിക്കൽ എക്സാമിനേഷൻസ് നീഡ് ടു ബി കണ്ടക്റ്റഡ്, അല്ലെങ്കിൽ എ മെഡിക്കൽ എക്സാം നീഡ് ടു ബി കണ്ടക്റ്റഡ്. അപ്പം സിംഗുലർ ആകുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യും, പ്ലൂറൽ ആകുമ്പോൾ നമ്മളവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. വി മൈറ്റ് ഓൾസോ യൂസ് ദി ആർട്ടിക്കിൾ ദ ഇഫ് വി ആർ റെഫറിങ് ടു സംതിങ് വിച്ച് വി ഹവ് ഓൾറെഡി പ്രീവിയസ്ലി മെൻഷൻഡ്. എ ബ്ലഡ് ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ്. ദ ടെസ്റ്റ് വിച്ച് വാസ് കണ്ടക്റ്റഡ് ഷോഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈം നമ്മൾ എഴുതുമ്പം ദ ബ്ലഡ് ടെസ്റ്റ് എഴുതുന്നത് ബിക്കോസ് വി ആർ റെഫറിങ് ഇറ്റ് ടു ദ പ്രീവിയസ്ലി മെൻഷൻഡ് ബ്ലഡ് ടെസ്റ്റ്. സോ വെൻ ഇറ്റ് കംസ് ടു സിംഗുലർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, നമ്മൾ ഒന്നെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടി വരും. ആൻ എക്സ്റേ. പ്ലൂറൽ വരുമ്പം നമ്മളവിടെ
a അല്ലെങ്കിൽ an എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. We use the article the when we are talking about something definite or we are referring to a previously mentioned procedure. So ഈ ഏരിയാസിൽ വരുമ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. So these are the 3 sections where you need to be careful with the usage of articles. And I hope നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടി എവിടെയൊക്കെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോഴും എവിടെയൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. And this was just a small aspect about grammar. So hope this video helped you and thank you so much for watching.